Students, welcome back to a new chapter from your signature text, The Diary of a Young Girl. Have you heard about Anne Frank? Okay, let's familiarize. Anne Frank was a German Dutch diarist of Jewish origin, one of the most discussed Jewish victims of the Holocaust. She gained fame posthumously with the publication of her Diary of a Young Girl, in which she documents her life in hiding from 1942 to 1944 during the German occupation of Netherlands in World War II. It is one of the world's best-known books and has been the basis for several plays and films. The Diary of a Young Girl, also known as the Diary of Anne Frank. Let's go to the introduction. Introduction. The story of Anne Frank has inspired generations of readers for its candid and poignant description of her personal life as well as the political climate of her times. Written in the backdrop of Second World War, her diary entries are an incisive commentary on one of the most shocking atrocities committed against humanity under Hitler's regime. Written originally in Dutch, it was translated into 70 languages with over 30 million copies sold. Anne Frank, a German-born Jew hailing from a liberal family of Jews, was a precocious child endowed with perseverance, resilience, and courage. She had a strong urge to study. Her ambition was to become a journalist. Anne and her elder sister Margot were smart and studious. Her resolve, I need to have something beside a husband and children to devote myself to. I want to go on living after my death, shows her maturity beyond her age. Okay, now let's explain. The story of Anne Frank has inspired generations of readers for its candid and poignant description of her personal life as well as political climate of her times. ആൻ ഫ്രാങ്കിൻ്റെ കഥ ഇൻസ്പയർ ചെയ്തു അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തു ജനറേഷൻസ് ഓഫ് റീഡേഴ്സ് ഫോർ ഇറ്റ്സ് കാൻഡിഡ് ആൻഡ് പഗ്നന്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹർ പേഴ്സണൽ ലൈഫ്. കാൻഡിഡ് മീൻസ് അവളുടെ ആ ഓപ്പൺ ആയിട്ടുള്ള എഴുത്ത്, തുറന്ന മനസ്സോടെയുള്ള അവളുടെ ആ ഒരു മൈൻഡ്. ആൻഡ് പയനന്റ് മീൻസ് ടച്ചിങ്, ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അവളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചും ആസ് വെൽ ആസ് പൊളിറ്റിക്കൽ ക്ലൈമറ്റ്. അന്നത്തെ കാലത്തെ അവൾ ആൻ ഫ്രാങ്ക് ജീവിച്ച കാലത്തെ രാഷ്ട്രീയപരമായ സാഹചര്യത്തെക്കുറിച്ചും അവൾ തുറന്ന് എഴുതുന്നു ഈ ഒരു ഡയറിയിൽ. ആൻ ഫ്രാങ്കിന്റെ കഥ പല തലമുറകളിലെയും വായനക്കാരെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അവളുടെ ഡയറിയിൽ തന്റെ സ്വകാര്യ ജീവിതത്തെ പറ്റിയും പേഴ്സണൽ ലൈഫിനെ കുറിച്ചും അതേസമയം തന്നെ അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ചും സാഹചര്യത്തെക്കുറിച്ചും വളരെ സത്യസന്ധമായിട്ടും വളരെ ഓപ്പൺ ആയിട്ടും ഫ്രാങ്ക് ആയിട്ട് കാൻഡിഡ് ആയിട്ടും അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ചിത്രീകരിക്കുന്നുണ്ട്. ഓക്കെ. റിട്ടൺ ഇൻ ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഡയറി എഴുതിയിട്ടുള്ളത്. ഹർ ഡയറി എൻട്രീസ് ആർ ആൻ ഇൻസിസീവ് കമന്ററി ഓൺ വൺ ഓഫ് ദ മോസ്റ്റ് ഷോക്കിംഗ് അട്രോസിറ്റീസ് കമ്മിറ്റഡ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി അണ്ടർ ഹിറ്റ്ലേഴ്സ് റെജീം. അവളുടെ ഡയറി എൻട്രി ആൻഡ് ഇൻസിസീവ് ഈസ് ഷാർപ്പ് കമന്ററി. ഇൻസിസീവ് മീൻസ് ഷാർപ്പായിട്ടുള്ള കമന്ററി ആയിരുന്നു ഓൺ വൺ ഓഫ് ദ മോസ്റ്റ് ഷോക്കിംഗ് അട്രോസിറ്റീസ് കമ്മിറ്റഡ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി അണ്ടർ ഹിറ്റ്ലേഴ്സ് റഷീം. അല്ലേ, ആ ഒരു മനുഷ്യവംശത്തോട് ഹിറ്റ്ലർ കാണിച്ച ഹീനമായ അതിക്രമങ്ങളെ കുറിച്ച് ഈ ഒരു ഡയറിയിൽ നല്ല രീതിയിൽ വിവരിച്ചിട്ടുണ്ട്. ഓക്കെ. റിട്ടൺ ഒറിജിനലി ഇൻ ഡച്ച്. ഈ ഒരു ഡയറി ഒറിജിനലി എഴുതിയത് ഡച്ച് ലാംഗ്വേജിലാണ്. ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു 70 ലാംഗ്വേജസ് വിത്ത് ഓവർ 30 മില്യൺ കോപ്പീസ് സോൾഡ്. 70ഓളം ലാംഗ്വേജുകളിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. 30 മില്യൺ കോപ്പീസ് ഇത് വിൽക്കപ്പെട്ടിട്ടുണ്ട്. ആൻ ഫ്രാങ്ക്, എ ജർമ്മൻ ബോൺ ജ്യൂ ഹെയിലിംഗ് ഫ്രം എ ലിബറൽ ഫാമിലി ഓഫ് ജ്യൂസ്. നമ്മുടെ ആൻ ഫ്രാങ്ക് ഒരു ജൂത പെൺകുട്ടിയാണ്, ജൂയിഷ് വംശത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. വാസ് എ പ്രിക്വേഷ്യസ് ചൈൽഡ്,
endowed with perseverance, resilience and courage. അവൾക്ക് നല്ല ടാലന്റഡ് ആയിരുന്നു. ക്ലവർ, പ്രിക്വേഷ്യസ് മീൻസ് ടാലന്റ് ഉള്ള, ക്ലവർ ആയിരുന്നു. ആൻഡ് എ ചൈൽഡ് എൻഡോഡ് വിത്ത് പെർസീവറൻസ്, ഡിവൈൻ ആയിരുന്നു. ഡിവൈൻ ആയിട്ടുള്ള നല്ല ഓർത്തഡോക്സ് ആയിട്ടുള്ള നല്ല ഡിവൈൻ ആയിട്ടുള്ള പെൺകുട്ടിയായിരുന്നു. റെസിലിയൻസ്, സ്ട്രോങ് ആയിരുന്നു. ആൻഡ് കറേജ്, നമ്മളുടെ ആൻ ഫ്രാങ്ക് വളരെയധികം കറേജും തുറന്ന മനസ്സും സത്യസന്ധതയും ഒക്കെയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. പ്രായത്തേക്കാൾ കവിഞ്ഞുള്ള, വളരെ ചെറിയ പ്രായമാണെങ്കിലും അതിനേക്കാൾ കവിഞ്ഞുള്ള ധൈര്യവും പക്വതയും അവളിൽ ഉണ്ടായിരുന്നു. ഷീ ഹാഡ് എ സ്ട്രോങ് ഏർജ് ടു സ്റ്റഡി, അവളുടെ ഏറ്റവും വലിയ ഏർജ്, ആഗ്രഹം പഠിക്കുക എന്നുള്ളതായിരുന്നു. ഹർ അംബിഷൻ വാസ് ടു ബിക്കം എ ജേർണലിസ്റ്റ്, എന്നിട്ടൊരു ജേർണലിസ്റ്റ് ആവുക. ആൻഡ് ഹർ എൽഡർ സിസ്റ്റർ മാർഗോട്ട് വാസ് സ്മാർട്ട് ആൻഡ് സ്റ്റുഡിയസ്, ആനും അവളുടെ ഒരു എൽഡർ സിസ്റ്റർ ഉണ്ടായിരുന്നു മാർഗോട്ട്, അവരും വളരെയധികം സ്മാർട്ടായിരുന്നു, സ്റ്റുഡിയസ്, കറേജ് ഉള്ളവരായിരുന്നു, ധൈര്യമുള്ളവളായിരുന്നു. ഹർ റിസോൾവ്, അവൾ എഴുതി, ഐ നീഡ് ടു ഹാവ് സംതിങ് ബിസൈഡ് എ ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ ടു ഡിവോട്ട് മൈസെൽഫ് ടു, എനിക്ക് ഒരു ഹസ്ബൻഡും മക്കൾ, ഐ ഹാവ് സംതിങ് ബിസൈഡ്, എനിക്ക് എന്തോ കിട്ടണം, എനിക്ക് ഹസ്ബൻഡ് മക്കൾ എന്നതിൽ ഉപരി അല്ലേ, ഏറ്റവും വലിയ അവളുടെ ആഗ്രഹം ഒരു ഭർത്താവിനും കുറച്ച് കുട്ടികൾ, ഭർത്താവ് കുട്ടികൾ എന്നതിന് പുറമെ എനിക്ക് എന്തെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യം കൂടി, ഡിവോട്ടഡ് ആയിട്ടുള്ള കാര്യം കൂടി ചെയ്യണം എന്നാണ് അവൾ എഴുതിയത്. അതെന്തായിരുന്നു? മരണത്തിന് ശേഷവും അവൾക്ക് ജീവിച്ചു കൊണ്ടിരിക്കണം. ഐ വാണ്ട് ടു ഗോ ഓൺ ലിവിങ് അല്ലേ, മരണത്തിന് ശേഷം, ആഫ്റ്റർ മൈ ഡെത്ത്, എൻ്റെ മരണത്തിന് ശേഷവും എനിക്ക് ജീവിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതായിരുന്നു അവളുടെ ആഗ്രഹം, അംബീഷൻ. ഷോസ് ഹെർ മെച്യൂരിറ്റി ബിയോണ്ട് ഹെർ ഏജ്, അതാണ് അവളുടെ ആ ഒരു പ്രായത്തേക്കാൾ കവിഞ്ഞ മെച്യൂരിറ്റി എന്ന് പറയാൻ കാരണം. ആ ഒരു വാക്കുകൾ, ഐ വാണ്ട് ടു ഗോ ഓൺ ലിവിങ് ആഫ്റ്റർ മൈ ഡെത്ത്, ഈ ഒരു വാക്കുകൾ അവളുടെ മെച്യൂരിറ്റിയാണ് കാണിക്കുന്നത്. കാരണം അവൾ മരിച്ചു കഴിഞ്ഞിട്ടും വായനക്കാരിലൂടെ അവൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. ഹി ബിക്കെയിം ഹർ അഡ്മയറേഴ്സ് അല്ലേ, ഷീ ബിക്കെയിം ഹർ അഡ്മയറേഴ്സ്, അവൾ അഡ്മയറേഴ്സിലേക്ക് ആയിക്കഴിഞ്ഞു എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. Her diaries are a testimony to the persecution and genocide of Jews during Hitler's regime. The diary entries reveal her conflicting mood ranging from faith and optimism in the wake of adversity to despair and dejection. They shed light on not just her personal issues like the problems of growing up, but also on the political turbulence of the times in which she lived. She is candid in her discussion of her growth, puberty, the crushes she had and her disillusionment with her mother. After her death, prior to the publication of the diary, her father attempted to delete the portions in which she frankly disclosed the matters of her sexuality and conflict between her parents. Spending 2 years in a dingy apartment, her diaries discuss the trauma of confinement, her craving for freedom, and her plans for life after the attainment of freedom. However, she makes it clear that it is better to live such a vegetative life than get caught. Her diaries are a testimony to the persecution and genocide of Jews during Hitler's regime. ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിൽ, ഹിറ്റ്ലറിന്റെ ഭരണകാലത്ത് ജൂതന്മാർ അനുഭവിക്കേണ്ടി വന്ന ദ്രോഹങ്ങളുടെയും കൂട്ടക്കൊലകളുടെയും ഒരു അനുഭവ സാക്ഷ്യമാണ് അവളുടെ ഈ ഡയറി. The diary entries reveal her conflicting moods ranging from faith and optimism in the wake of adversity to despair and dejection. അവളുടെ ഡയറി എൻട്രിയിൽ നമുക്ക് റിവീൽ ചെയ്യുന്നുണ്ട്, നമുക്ക് തുറന്ന് കാണുന്നുണ്ട് അവളുടെ ആ ഒരു കോൺഫ്ലിക്റ്റിംഗ് മൂഡ് റേഞ്ചിങ് ഫ്രം ഫെയ്ത്ത് ആൻഡ് ഒപ്റ്റിമിസം. വിശ്വാസവും ശുഭാപ്തി വിശ്വാസവും അവളുടെ മനസ്സിൽ ഉണ്ടെങ്കിലും അറ്റ് ദ സെയിം ടൈം അവളുടെ മനസ്സിൽ ഡെസ്പയർ ആൻഡ് ഡിജക്ഷൻ, നിരാശയാണ്. ഏത് സമയത്തും എന്തോ ഒരു വെറുപ്പും നിരാശയും അവളുടെ മനസ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവളുടെ ഡയറി വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. They shed light on not just her personal issues like the problems of growing up, but also on the political turbulence of the times in which she lived.
ദേ ഷെഡ് ലൈറ്റ്, ആ ഒരു ഡയറി വെളിച്ചം വീശുന്നു, നോട്ട് ജസ്റ്റ് ഹെർ പേഴ്സണൽ ഇഷ്യൂസ് ലൈക്ക് ദ പ്രോബ്ലംസ് ഓഫ് ഗ്രോയിങ് അപ്പ്, അവൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല അവളുടെ ആ ഒരു ഡയറി എൻട്രിയിലുള്ളത്, ബട്ട് ഓൾസോ ഓൺ ദ പൊളിറ്റിക്കൽ ടർബുലൻസ്. ടർബുലൻസ് മീൻസ് കലഹങ്ങൾ അല്ലേ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഓഫ് ദ ടൈംസ്, അവൾ ജീവിച്ച കാലത്തുണ്ടായിരുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള ക്രൈസിസും കൂടെ അവളുടെ ഡയറി എൻട്രിയിൽ നമുക്ക് വളരെ കറക്റ്റായിട്ട് നിയലിച്ച് കാണാൻ പറ്റും. ഷീ ഈസ് കാൻഡിഡ് ഇൻ ഹർ ഡിസ്കഷൻ ഓഫ് ഹർ ഗ്രോത്ത്, പ്യൂബർട്ടി, ദ ക്രഷസ് ഷീ ഹാഡ് ആൻഡ് ഹർ ഡിsillusionment വിത്ത് ഹർ മദർ. ഷീ ഈസ് കാൻഡിഡ്, അവൾ എപ്പോഴും ഫ്രാങ്ക് ആയിട്ട് എഴുതുന്ന ആളായിരുന്നു. അവൾ വളരെ ഫ്രാങ്ക് ആയിട്ട് അവളുടെ കാര്യങ്ങളെല്ലാം തന്നെ തുറന്ന് എഴുതിയിട്ടുണ്ട്. ഷീ ഈസ് കാൻഡിഡ് ഇൻ ഹർ ഡിസ്കഷൻ ഓഫ് ഹർ ഗ്രോത്ത്, അവൾ വളർന്ന സമയത്തും പ്യൂബർട്ടി, അവളുടെ യൗവന കാലത്തും എല്ലാ കാലത്തിനെ കുറിച്ചും അവൾ വളരെ ഓപ്പൺ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഷീ ഹാഡ് ആൻഡ് ഹർ ഡിsillusionment വിത്ത് ഹർ മദർ, അവളുടെ അമ്മയോട് അവൾക്കുണ്ടായിരുന്ന നിരാശ അല്ലെ, അമ്മയുടെ കാര്യത്തിൽ അവൾക്കുണ്ടായിരുന്ന നിരാശ പോലും അവളുടെ അമ്മയിൽ അവൾക്ക് തോന്നിയ നിരാശ പോലും അവൾ തുറന്ന് എഴുതിയിട്ടുണ്ട്. After her death, prior to the publication of the diary, her father attempted to delete the portions in which she frankly discussed matters of her sexuality and conflict between her parents. അവളുടെ മരണത്തിന് ശേഷം മാത്രമാണ് ഈ ഒരു ഡയറി ഫേമസ് ആയത്. അത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കഴിഞ്ഞ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. ഹർ ഫാദർ അറ്റംപ്റ്റഡ് ടു ഡിലീറ്റ് ആഫ്റ്റർ ഹർ ഡെത്ത് പ്രിയർ ടു ദ പബ്ലിക്കേഷൻ ഓഫ് ദ ഡയറി. അവളുടെ ഈ ഒരു ഡയറി പോസ്റ്റ്യൂമസ് പബ്ലിക്കേഷനായി ഈ ഒരു ഡയറി വളരെ ഫേമസ് ആയി. അതിൽ ഹർ ഫാദർ അറ്റംപ്റ്റഡ് ടു ഡിലീറ്റ്, അവളുടെ ഫാദർ ശ്രമിച്ചു ഡിലീറ്റ് ചെയ്യാൻ കുറച്ച് ഭാഗങ്ങൾ. ഇൻ വിച്ച് ഷീ ഫ്രാങ്ക്ലി ഡിസ്ക്ലോസ്ഡ് ദ മാറ്റേഴ്സ് ഓഫ് ഹർ സെക്ഷുവാലിറ്റി, അവൾ വളരെ ഫ്രാങ്ക് ആയിട്ട് റിവീൽ ചെയ്ത തുറന്നെഴുതിയ അവളുടെ സെക്ഷുവാലിറ്റിനെ കുറിച്ചും അവളുടെ പാരൻസിൻ്റെ ആ ഒരു സെക്ഷൽ ആയിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചും എല്ലാം അവൾ തുറന്നെഴുതിയിരുന്നു. ആ ഭാഗങ്ങൾ അവളുടെ അച്ഛൻ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു. സ്പെൻഡിങ് 2 years ഇൻ എ ഡിങ്കി അപ്പാർട്ട്മെന്റ്, 2 വർഷത്തോളം അവൾ ഇരുട്ടറകളിലാണ് കഴിഞ്ഞിരുന്നത്. ഹർ ഡയറീസ് ഡിസ്കസ് ദ ട്രോമ ഓഫ് കൺഫൈൻമെന്റ്, അവളുടെ ഡയറിയിൽ ആ ഒരു ട്രോമ ഓഫ് കൺഫൈൻമെന്റ്, ട്രോമ മാനസികാഘാതം, കൺഫൈൻമെന്റ് തടങ്കലിലായ സമയത്തുള്ള മാനസികാഘാതം അവളുടെ ഡയറിയിൽ വളരെയധികം കാണിക്കുന്നുണ്ട്. ഹർ ക്രേവിംഗ് ഫോർ ഫ്രീഡം കിട്ടാനുള്ള അവളുടെ ക്രേവ്, ഗ്രീഡ്, അവളുടെ ഫ്രീഡം കിട്ടാനുള്ള ആഗ്രഹം. ആൻഡ് ഹർ പ്ലാൻസ് ഫോർ ലൈഫ് ആഫ്റ്റർ ദ അറ്റൈൻമെന്റ് ഓഫ് ഫ്രീഡം കിട്ടിയതിന് ശേഷം എന്തൊക്കെയാണ് ലൈഫിൽ അവളുടെ പ്ലാന് എന്നും ആ ഒരു ഡയറിയിൽ വളരെ തെളിഞ്ഞു കാണുന്നുണ്ട്. ഹൗവർ ഷീ മേക്ക് ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ഇറ്റ് ഈസ് ബെറ്റർ ടു ലിവ് സച്ച് എ വെജിറ്റേറ്റീവ് ലൈഫ് ദാൻ ഗെറ്റ് കോട്ട്. പിന്നെ അവൾക്ക് ക്ലിയർ ആയിട്ട് അവൾ തീരുമാനിച്ചു, ഇറ്റ് ഈസ് ബെറ്റർ ടു ലിവ്, ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ഡൾ ആയിട്ടുള്ള ലൈഫ്, ഇങ്ങനെയുള്ള ഇരുട്ടറകളിൽ ജീവിക്കുന്നതാണ് പിടിക്കപ്പെടുന്നതിനേക്കാളും നല്ലത് അല്ലേ. പോലീസ് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്നതിനേക്കാളും ഗെറ്റ് കോട്ട് എന്ന പിടിച്ചു കൊണ്ടുപോയി തടങ്കലിനേക്കാളും നല്ലത് എന്താണ്, ഇങ്ങനെയുള്ള ഡൾ ലൈഫാണ്, ഇങ്ങനെയുള്ള ഒരു വെജിറ്റേറ്റീവ് ലൈഫ്, ഇരുട്ടറകളിലുള്ള ഈ ജീവിതമാണ് അതിനേക്കാളും നല്ലത് എന്ന് നമ്മുടെ ആൻ ഫ്രാങ്ക് അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ആൻ ഫ്രാങ്ക് ഒരു ജർമ്മൻ ബോൺ ആണെങ്കിലും ലിവ്ഡ് മോസ്റ്റ് ഓഫ് ഹർ ലൈഫ് ഇൻ നിയർ ആംസ്റ്റർഡാം, നെതർലാൻഡ്. ജർമ്മനിയിലാണ് ജനിച്ചതെങ്കിലും ആംസ്റ്റർഡാമിലാണ് അവൾ അധിക സമയം ജീവിച്ചത്. ആസ് പെർസിക്യൂഷൻ ഓഫ് ദ ജൂയിഷ് പോപ്പുലേഷൻ ഇൻക്രീസ്ഡ്, അല്ലെ, കൂട്ടക്കൊല, ജൂതന്മാരെ കൊല ചെയ്യപ്പെടുക എന്നുള്ള ആ ഒരു സംഭവം വളരെയധികം വ്യാപിച്ചു. ഇൻ 1942 ആയപ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് സ്പ്രെഡായി. ജൂതന്മാരെ കണ്ടാൽ എന്ത് ചെയ്യുക, കുഴിച്ചിടുക അല്ലെങ്കിൽ കൊല ചെയ്യുക എന്നുള്ളൊരു പരിപാടി അവിടെ വ്യാപിച്ചു. ഫ്രാങ്ക് വെന്റ് ഇൻ ടു ദ ഹൈഡിങ് ഇൻ സം കൺസീൽഡ് റൂംസ് ബിഹൈൻഡ് ബുക്ക് കേസ് ഇൻ ദ ബിൽഡിംഗ് വേർ ആൻസ് ഫാദർ വർക്ക്ഡ്. അങ്ങനെ നമ്മുടെ ആന് ഒരു കൺസീൽമെന്റിൽ, ഒരു ഒളിത്താവളത്തിലേക്ക് മാറി 2 വർഷത്തോളം. അവിടെയുള്ള അവളുടെ അനുഭവങ്ങളും അന്നത്തെ ആ കാലത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനും ആ ഹിറ്റ്ലറിന്റെ ടൈമിൽ എന്തായിരുന്നു ജൂതന്മാരുടെ അവസ്ഥ എന്ന എല്ലാ കാര്യങ്ങളും അവളുടെ ഡയറി എൻട്രിയിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. The plight of Jews in Nazi Germany was miserable. Denied citizenship, they were subjected to organized ostracism and seclusion. The Frank represent the millions of Jewish victims of Holocaust who were persecuted and hounded out during the Second World War.
The Frank family were a fortunate lot in that they were spread death and could go into ambush. When they realized that their lives were in danger, they fled into hideout, the door of which was hidden by bookshelf, which Anne called secret annex or Axterhays in her diary. Okay, now let's explain. The plight of Jews in Nazi Germany was miserable. ആ പ്ലൈറ്റ് മീൻസ് കണ്ടീഷൻ. നാസി ജർമ്മനിയിലെ ജൂതന്മാരുടെ അവസ്ഥ വളരെ മിസറബിൾ ആയിരുന്നു, വളരെ ദുരിതപൂർവമായിരുന്നു, പരിതാപകരമായിരുന്നു. അവർക്ക് പൗരാവകാശം വരെ നിഷേധിക്കപ്പെട്ടു, അല്ലേ? ദേ ഡിനൈഡ് സിറ്റിസൺഷിപ്പ്, പൗരാവകാശം സിറ്റിസൺഷിപ്പ് വരെ നിഷേധിക്കപ്പെട്ടു. ദേ വർ സബ്ജക്റ്റഡ് ടു ഓർഗനൈസ് ഓസ്ട്രൈസിസം ആൻഡ് സെക്ലൂഷൻ. അവരെ കൂട്ടം കൂടിയിട്ട് അവരെ ദ്രോഹിക്കുകയും പൊതുസമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. സെക്ലൂഷൻ മീൻസ് ഒറ്റപ്പെടുത്തുക. പൊതുസമൂഹത്തിൽ അവരെന്ത് ചെയ്തു? ഒറ്റപ്പെടുത്തി. ഓസ്ട്രൈസം മീൻസ് ബഹിഷ്കരിച്ചു, അവരെ ഒറ്റപ്പെടുത്തി. ഫ്രാങ്ക് റെപ്രസെന്റ് ദ മില്യൺസ് ഓഫ് ജൂയിഷ് വിക്ടിംസ് ഓഫ് ഹോളോകാസ്റ്റ്. എല്ലാ ദശലക്ഷക്കണക്കിനുള്ള ജൂതന്മാരായ ഇരകളുടെ പ്രതിനിധിയായി നമുക്ക് ആൻ ഫ്രാങ്കിനെ കാണാൻ സാധിക്കും. ഹോളോകാസ്റ്റിന്റെ ഒരു പ്രതിനിധിയായി, ജൂയിഷ് വിക്ടിംസ്, ജൂയിഷ് ഇരകളിലെ ഒരു പ്രതിനിധിയായിട്ട് നമുക്ക് ഫ്രാങ്കിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഹു വർ പെർസിക്യൂട്ടഡ് ആൻഡ് ഹോണ്ടഡ് ഔട്ട് ഡ്യൂറിംഗ് ദ സെക്കൻഡ് വേൾഡ് വാർ. അവര് കൊല ചെയ്യപ്പെട്ടു, ഹോണ്ടഡ്, ഉപദ്രവിക്കപ്പെട്ടു. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് അവൾ വളരെയധികം ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നു. The Frank family were a fortunate lot in that they were spread death and could go into ambush. അങ്ങനെ ambush means ഒളിത്താവളം. ambush means ഒളിത്താവളം കേട്ടോ. ഫ്രാങ്ക് ഫാമിലി ആ ഒരു വേൾഡ് വാറിന്റെ സമയത്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറിയത്. ഫ്രാങ്ക്സ് ഫാമിലി വർ ഫോർച്ചുനേറ്റ് എ ലോട്ട്. പക്ഷേ നമ്മുടെ ഫ്രാങ്കിന്റെ ഫാമിലി എവിടേക്ക് പോയി? ആംബുഷിലേക്ക്, ഒളിത്താവളത്തിലേക്ക് പോയി. ആ ഒരു മരണം അവിടെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരുടെയും ജീവിതം അപകടത്തിലാണ് കണ്ടതോടുകൂടി അവരെന്ത് ചെയ്തു? അവളും ആൻ ഫ്രാങ്കും അവളുടെ കുടുംബവും ഒളിത്താവളത്തിലേക്ക് ഓടിപ്പോയി, അല്ലേ? അതിന്റെ ആ ഒരു വാതിലിന്റെ പ്രത്യേകതയാണ് അടുത്ത് പറയാൻ പോകുന്നത്. വെൻ ദേ റിയലൈസ്ഡ് ദെയർ ലീവ്സ് വേർ ഇൻ ഡേഞ്ചർ ദേ ഫ്ലഡ് ഇൻ ടു ഹൈഡ് ഔട്ട്. അങ്ങനെ അവൾ ഒളിത്താവളത്തിലേക്ക് ഓടിപ്പോയി. ദ ഡോർ ഓഫ് വിച്ച് വാസ് ഹിഡൻ ബൈ ബുക്ക് ഷെൽഫ്. ആ ഒരു ഒളിത്താവളത്തിന്റെ ഡോറ് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? ബുക്ക് ഷെൽഫ് കൊണ്ടാണ് ആ ഒളിത്താവളത്തിന്റെ ഡോർ ഉണ്ടാക്കിയത്. വിച്ച് ആൻ കാൾ സീക്രട്ട് അനെക്സ്. അതിനെ നമ്മുടെ ആന് അവളുടെ ഡയറിയിൽ എഴുതിയത് സീക്രട്ട് അനെക്സ് അല്ലെങ്കിൽ ആസ്റ്റർ ഹെയ്സ് എന്നാണ്. ആസ്റ്റർ ഹെയ്സ് എന്നാണ് വായിക്കുക. ആസ്റ്റർ ഹെയ്സ് എന്നാണ് അവളുടെ ഡയറിയിൽ അവൾ താമസിച്ച ആ ഒരു ആംബുഷിന് അവൾ എഴുതിയത്. During the German invasion of Netherlands in May 1940, the family was held up in Amsterdam, where they had moved to in 1933. Anne's diary begins on 14th June 1942 and charts the life of the family after moving into the secret hiding place and thereafter. The family was finally caught on the tip of an informer of whom history is still in the dark. They were arrested by the Gestapo on 4th August 1944 and transferred to Auschwitz. There Anne witnessed the gruesome sight of her own kin sent to gas chambers. Her own skin ആണ്. Anne was spread and sent to the Bergen-Belsen concentration camp where she died. There are unconfirmed reports that she died probably of typhus at the age of 15. Her father was the only survivor. He was not aware of such a diary written by his daughter. Finally, he had to fight many legal battles to restore authenticity to the diary, which was accused of being counterfeit or forged. ഡ്യൂറിങ് ദ ജർമ്മൻ ഇൻവേഷൻ ഓഫ് നെതർലാൻഡ്. ആ ഒരു ജർമ്മനി നെതർലാൻഡിനെ ആക്രമിക്കുന്ന സമയത്ത് May 1940 നമ്മുടെ ജർമ്മനിയിലാണ് ആൻ ഫ്രാങ്ക് ജനിച്ചത്. ജർമ്മനി നെതർലാൻഡിനെ ആക്രമിക്കുന്ന സമയത്ത് ജർമ്മനി 1940 ജർമ്മനി നെതർലാൻഡിനെ ആക്രമിച്ചു. ആ ഒരു സമയത്ത് ആനിന്റെ കുടുംബം, ആൻ ഫ്രാങ്കിന്റെ കുടുംബം വാസ് ഹെൽഡ് അപ്പ് ഇൻ ആംസ്റ്റർഡാം, നെതർലാൻഡിൽ കുടുങ്ങിപ്പോയി. വേർ ദേ ഹാഡ് മൂവ്ഡ് ടു ഇൻ 1933. അവർ 1933 അവിടെ
അവിടേക്ക് താമസം മാറിയതാണ്. ആൻസ് ഡയറി ബിഗിൻസ് ഓൺ 14th June 1942. നമ്മുടെ ആനിയുടെ ഡയറി എഴുതാൻ തുടങ്ങുന്നത് ആരംഭിക്കുന്നത് 14th June 1942 ആൻഡ് ചാർട്ട്സ് ദ ലൈഫ് ഓഫ് ദ ഫാമിലി ആഫ്റ്റർ മൂവിങ് ഇൻ ടു ദ സീക്രട്ട് ഹൈഡിംഗ് പ്ലേസ് ആൻഡ് ദർ ആഫ്റ്റർ. അവൾ ആ ഒരു ഒളിത്താവളത്തിൽ താമസമാക്കിയപ്പോഴത്തെയും അത് കഴിഞ്ഞും ഉള്ള ജീവിതമാണ് ഡയറിയിൽ കാണുന്നത്. മനസ്സിലായോ? ആ ഒരു ഡയറിയിലുള്ളത് അവളെ ഒളിത്താവളത്തിൽ താമസമാക്കിയത് മുതൽ അതുവരെ അതിനുശേഷമുള്ള ജീവിതവുമാണ് ഡയറിയിൽ കാണാൻ സാധിക്കുന്നത്. ദ ഫാമിലി വാസ് ഫൈനലി കോട്ട് ഓൺ ദ ടിപ്പ് ഓഫ് ആൻ ഇൻഫോമർ ഓഫ് ഹൂം ഹിസ്റ്ററി ഈസ് സ്റ്റിൽ ഇൻ ഡാർക്ക്. ആ ഒരു കുടുംബത്തെ അവസാനം അവരങ്ങനെ ഒളിത്താവളത്തിൽ കുറേ താമസിച്ചെങ്കിലും അവസാനം അവരുടെ ഫാമിലി എന്ത് ചെയ്തു? പിടിക്കപ്പെട്ടു. 4th August 1944 ഗസപ്പോ അവരെ അറസ്റ്റ് ചെയ്യുകയും ഓസ്വിറ്റ്സിലേക്ക് മാറുകയും ചെയ്തു. നോക്കൂ, the family was finally caught on the tip of an informer of whom history is still in the dark. They were arrested by Gestapo on 4th August 1944. Gestapo 1944 അവർ പിടിക്കപ്പെട്ടു. എന്നിട്ട് അവരുടെ ഓസ്വിറ്റ്സിലെ ഒരു ഓസ്വിറ്റ്സ് എന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറ്റി. ദിസ് ഇസ് നെയിം ഓഫ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. അവിടേക്ക് മാറ്റി. There Anne witnessed the gruesome sight of her own skin sent to gas chambers. അവിടെ നമ്മുടെ ആൻ ഫ്രാങ്ക് കണ്ടത് അവളുടെ ഒറിജിനിൽപ്പെട്ട ആളുകളെ ഭയാനകമായിട്ട്, ഗ്രൂസം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്രൂരമായി ദ്രോഹിക്കുന്നതാണ്. എന്നിട്ട് അവരുടെ ഗ്യാസ് ചേംബറിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് അവൾ കണ്ടത്. സ്വന്തം ആളുകളെ, സ്വന്തം തൊലിയിൽപ്പെട്ട ആളുകളെ ഗ്യാസ് ചേംബറിലേക്ക് കൊണ്ടുപോകുന്ന അതിഭീകരമായ കാഴ്ചയാണ് ആനി അവിടെ വെച്ച് കാണുന്നത്. Annie was spared and sent to the Bergen-Belsen concentration camp where she died. ആനിയെ പിന്നീട് ബെർജൻ-ബെൽസനിലുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറ്റി. where she died, അവിടെ വെച്ചിട്ടാണ് അവൾ മരിക്കുന്നത്. There are unconfirmed reports that she died probably of typhus at the age of 15. 15-ാമത്തെ വയസ്സിൽ അവളെ കൊന്നതാണോ, അത് ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു എവിഡൻസ് അല്ല. എന്നാലും അവളെ എന്ത് ചെയ്തു? ബെർഗൻ-ബെൽസൻ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറ്റി. അവിടെ വെച്ച് അവൾ 15-ാമത്തെ വയസ്സിൽ ടൈഫസ് രോഗം എന്ന ഒരു അസുഖം വന്ന് മരിക്കാണ്. അവരെ ആനിയെ ഒരിക്കലും നമ്മുടെ പോലീസുകാരോ പട്ടാളക്കാരോ കൊന്നിട്ടില്ല. അവൾ രോഗം വന്ന് മരിക്കാണ്. അവളുടെ പിതാവ് മാത്രമാണ് അതിൽ രക്ഷപ്പെട്ടത് അല്ലേ? സർവൈവർ ആയത് പിതാവ് മാത്രമാണ്. ഹർ ഫാദർ വാസ് ഓൺലി സർവൈവർ. ഹി വാസ് നോട്ട് അവെയർ ഓഫ് സച്ച് എ ഡയറി റിട്ടൺ ബൈ ഹിസ് ഡോട്ടർ. ഒരിക്കലും അയാൾ അവെയർ ആയിരുന്നില്ല അവളുടെ മകള് ഇങ്ങനെയുള്ള ഒരു ഡയറി എഴുതുന്നുണ്ട് എന്നുള്ള കാര്യം അവളുടെ അച്ഛൻ ഒരിക്കലും അറിയില്ലായിരുന്നു. കാരണം അതിൽ അച്ഛനും മകളും തമ്മിലുള്ള വലിയൊരു സീക്രട്ട് അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അച്ഛൻ ഒരിക്കലും അറിയില്ലായിരുന്നു തൻ്റെ മകൾ ഇങ്ങനെ ഒരു ഡയറി എഴുതുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ തുറന്നെഴുതിയ പല കാര്യങ്ങളും അച്ഛൻ, അവൾ മരണത്തിന് ശേഷം മാത്രമാണ് ഡയറി എന്ത് ചെയ്തത്? പബ്ലിഷ് ചെയ്തപ്പെട്ടത്. അപ്പോൾ അവളുടെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് അച്ഛൻ എന്ത് ചെയ്തു? ഈ ഡയറിയിലെ പല ഭാഗങ്ങളും ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. ഡയറിയുടെ ആധികാരികത സ്ഥാപിക്കാൻ വേണ്ടി നോക്കൂ. ഫൈനലി ഹി ഹാഡ് ഫൈറ്റ് മെനി ലീഗൽ ബാറ്റിൽസ് ടു റീസ്റ്റോർ ഒതന്റിസിറ്റി ടു ദ ഡയറി വിച്ച് വാസ് അക്യൂസ്ഡ് ഓഫ് ബീയിങ് കൗണ്ടർഫീറ്റ് ഓർ ഫോർജ്ഡ്. ആ ഒരു ഡയറിയുടെ ആധികാരികത സ്ഥാപിച്ച് കിട്ടാൻ പല നിയമയുദ്ധങ്ങളും അയാൾ നടത്തി. ചിലർ പറഞ്ഞു ഡയറി ഒറിജിനൽ അല്ല, വേറെ ആരോ എഴുതിയതാണ്, കൗണ്ടർഫീറ്റ് ആണ്, അല്ലെങ്കിൽ ഫോർജ് ചെയ്ത് എഴുതിയതാണ്, ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആധികാരികത സ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ പല പണികളും അതിൽ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഹർ ഡയറി വാസ് എ റെഡ് ആൻഡ് വൈറ്റ് check red book that she received as a gift on her 13th birthday. The diary addressed to Kitty, a fictional character in Sissy Van Maxwell's Jupiter Hull, is a telling narrative on war, humanity and identity. It has influenced great personages like John F. Kennedy, Nelson Mandela, Hillary Clinton and John Berryman. Nelson Mandela compared his own struggle against apartheid to Annie's struggle against Nazism. There are many adaptations of the diary. It was adapted into a play that won Pulitzer Prize for drama. There is also a 1959 movie titled
The Diary of Anne Frank, Secret Annex, the place of her hiding is now a museum. Now let's explain. Her diary was a red and white check red book that she received as a gift on her 13th birthday. ചുവപ്പും വെള്ളയും കലർന്ന കള്ളികളുള്ള ഒരു ബുക്കായിരുന്നു അവളുടെ ഡയറി. അത് അവളുടെ 13ാമത്തെ ബർത്ത്ഡേയിൽ സമ്മാനമായി കിട്ടിയതാണ്. ദ ഡയറി അഡ്രസ്ഡ് ടു കിറ്റി. ആ ഡയറി അവൾ അഡ്രസ് ചെയ്യുന്നത് കിറ്റി എന്ന് പറഞ്ഞിട്ടാണ്. ദാറ്റ് വാസ് എ ഫിക്ഷണൽ ക്യാരക്ടർ ഇൻ സിസി വാൻസ് മാക്സ്വെൽസ് ജോബ് ഹർ ഹോൾ. ആ ഒരു അഭിസംബോധന ചെയ്യുന്നത് യൂപ് ഡർ ഹോൾ എന്ന സിസി വാൻ മാക്സ്ഫെൽറ്റ് എന്ന എഴുത്തുകാരിയുടെ പുസ്തകത്തിലെ ഒരു കഥാപാത്രത്തെയാണ്. ആ ഒരു ഡയറിയിൽ അവൾ അഭിസംബോധന ചെയ്യുന്നത് യൂപ് ഡർ ഹോൾ എന്ന സിസി വാൻ മാക്സ്ഫെൽറ്റ് എന്ന എഴുത്തുകാരിയുടെ പുസ്തകത്തിലെ ഒരു കഥാപാത്രത്തെയാണ് അവൾ അഭിസംബോധന ചെയ്യുന്നത്. ഈസ് എ ടെല്ലിംഗ് നരേറ്റീവ് ഓൺ വാർ, ഹ്യൂമാനിറ്റി ആൻഡ് ഐഡന്റിറ്റി. യുദ്ധത്തെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചും സത്വത്തെ പറ്റിയുമുള്ള ഒരു വിവരണം ആണത്. അവളുടെ സ്വന്തത്തെക്കുറിച്ചും ഹ്യൂമാനിറ്റിയെക്കുറിച്ചും അവളുടെ സ്വന്തം ഐഡന്റിറ്റിയെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ചുമുള്ള ഒരു നരേറ്റീവാണ് ഈ ഒരു ഡയറി. ഇറ്റ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ഗ്രേറ്റ് പേഴ്സണേജസ് ലൈക്ക് ജോൺ എഫ് കെന്നഡി, നെൽസൺ മണ്ടേല, ഹിലാരി ക്ലിന്റൺ ആൻഡ് ജോൺ ബെറിമാൻ. ഈ ആളുകളെയൊക്കെ വളരെയധികം ഈ ഒരു ഡയറി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പല മഹാന്മാരെയും ഈ ഡയറി വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ജോൺ ഓഫ് കെന്നഡി, നെൽസൺ മണ്ടേല, ഇവരെയൊക്കെ ഇത് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് അഡാപ്റ്റഡ് നെൽസൺ മണ്ടേല കമ്പയർഡ് ഹിസ് ഓൺ സ്ട്രഗിൾ എഗെയിൻസ്റ്റ് അപ്പാർത്തീഡ് ടു ആൻ സ്ട്രഗിൾ എഗെയിൻസ്റ്റ് നാസിസം. നെൽസൺ മണ്ടേല ഇതിനെ കമ്പയർ ചെയ്തത് വർണ്ണവിവേചനത്തിനെതിരായിട്ടുള്ള തൻ്റെ യുദ്ധവും ആനിൻ്റെ യുദ്ധവുമായിട്ട് നെൽസൺ മണ്ടേല താരതമ്യം ചെയ്തു. വർണ്ണവിവേചനത്തിനെതിരായിട്ടുള്ള നെൽസൺ മണ്ടേലയുടെ ആ ഒരു സ്ട്രഗിള് കമ്പയർ ചെയ്യാണ് നാസിസത്തിനെതിരായിട്ടുള്ള ആനിയുടെ സ്ട്രഗിളുമായിട്ട്. ദർ ആർ മെനി അഡാപ്റ്റേഷൻസ് ഓഫ് ദ ഡയറി. ഈ ഡയറി വളരെ പല രീതിയിലും ഈ ഒരു ഡയറി ഒരു ഫിലിം ഉണ്ടാകാനും പ്ലേകൾ എഴുതാനും ഒക്കെ ബേസ് ആയിട്ടുണ്ട്. ഇറ്റ് വാസ് അഡാപ്റ്റഡ് ഇൻ ടു എ പ്ലേ ദാറ്റ് വൺ പുലിസ്റ്റർ പ്രൈസ് ഫോർ ഡ്രാമ. ഇത് ഒരു പ്ലേ ആയി അഡാപ്റ്റ് ചെയ്ത സമയത്ത് പുലിസ്റ്റർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ദർ ഈസ് ഓൾസോ 1959 മൂവി ടൈറ്റിൽ. 1959 ഇതിൻ്റെ ബേസ് ആയിട്ടൊരു മൂവി ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ദ ഡയറി ഓഫ് ആൻ ഫ്രാങ്ക്, സീക്രട്ട് അനെക്സ്, ദ പ്ലേസ് ഓഫ് ഹർ ഹൈഡിങ് ഈസ് നൗ എ മ്യൂസിയം. ഇന്ന് ആ ഒരു സീക്രട്ട് അനെക്സ് ഇപ്പോൾ ഒരു മ്യൂസിയമായി മാറിയിരിക്കുകയാണ്. ഇൻ നാസി ജർമ്മനി ആൻറ്റി ജൂയിസ് ഡിഗ്രീസ് ruled the day. Jews were supposed to wear a yellow star. They were banned from trams and forbidden to drive. They had to be indoors by 8 o'clock and were barred from theaters, cinemas and other places of entertainment. They could shop only in Jewish shop and could study only in Jewish schools. This passage shows a perils of being a Jew in Nazi Germany. അപ്പോൾ നാസി ജർമ്മനി ആൻറ്റി ജൂയിഷ് ഡിഗ്രീസ് റൂൾഡ് ദ ഡേ. അപ്പോൾ നാസി ജർമ്മനിയിൽ ജൂതന്മാർക്കെതിരായിട്ടുള്ള കുറേ റൂളുകൾ സ്ഥാപിച്ചു. നാസിസം വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജൂയിഷിനെതിരായിട്ട് കുറേ നിയമങ്ങൾ. ജൂയിഷ് വേർ സപ്പോസ് ടു വിയർ യെല്ലോ സ്റ്റാർ. അവരെന്ത് ചെയ്യണം? ജൂയിഷ് എപ്പോഴും ഒരു ദേഹത്തൊരു മഞ്ഞ നക്ഷത്രം ധരിക്കണം. എന്നാലല്ലേ അവർക്ക് ക്രൂരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയണമെങ്കിൽ മഞ്ഞ നക്ഷത്രമുള്ള ആൾ ജൂ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ദ്രോഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മഞ്ഞ നക്ഷത്രം ധരിക്കൽ നിർബന്ധമായിരുന്നു അവരുടെ ദേഹത്ത്. ദേ വർ ബാൻഡ് ഫ്രം ട്രാംസ്. ട്രാമുകളിൽ അവരെ ബാൻ ചെയ്തു, അവർ റെസ്ട്രിക്റ്റഡ് ആക്കി. ഫോർബിഡൻ ടു ഡ്രൈവ് ചെയ്ത് പോകുന്നതിലും അവരെ ബാൻ ചെയ്തു. ദേ ഹാഡ് ടു ബി ഇൻഡോർസ് ബൈ 8 o'clock. അകത്ത് ഏത് സമയം വീട്ടിലേക്ക് എല്ലാ ജൂതന്മാരും എന്ത് ചെയ്തു? 8 മണിക്കകം അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. വേഗം പുറത്തെവിടെ അവർക്ക് നിൽക്കാൻ പാടില്ല. വേഗം 8 മണി ആവുമ്പോഴേക്ക് അല്ലെങ്കിൽ രാത്രി ആവുമ്പോഴേക്ക് അകത്തേക്ക് കയറണം എന്നുള്ളൊരു നിയമമായിരുന്നു.
പിന്നെ സിനിമാസ് ആൻഡ് പ്ലേസസ് ഓഫ് ദ എൻ്റർടൈൻമെൻറ്റ് അവർക്ക് ബാൻ ചെയ്തു, തിയേറ്റർ ബാൻ ചെയ്തു, സിനിമ ബാൻ ചെയ്തു, എൻ്റർടൈൻമെൻറ്റ് മൊത്തം ബാൻ ചെയ്തു. ദേ കുഡ് ഷോപ്പ് ഓൺലി ഇൻ ജൂയിഷ് ഷോപ്പ് ആൻഡ് കുഡ് സ്റ്റഡി ഓൺലി ജൂയിഷ് സ്കൂൾ. ജൂയിഷ് ഷോപ്പിൽ നിന്ന് മാത്രമേ അവർ സാധനം വാങ്ങാൻ പാടുള്ളൂ, ജൂയിഷ് സ്കൂളിൽ മാത്രമേ അവർ പഠിക്കാൻ പാടുള്ളൂ. ദിസ് പാസേജ് ഷോസ് ദ പെരിൽസ് ഓഫ് ബീയിങ് എ ജൂ ഇൻ നാസി ജർമ്മനി. പെരിൽസ് മീൻസ് ഡേഞ്ചർ. ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും ഒരു ജൂതൻ നാസി ജർമ്മനിയിൽ ഒരു ജൂതന്മാർ അല്ലെങ്കിൽ ജൂത സമൂഹം അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ വിവരിക്കുന്നത്. ദിസ് പാസേജ് ഈ ഒരു പാസേജ് ഷോസ് ദ ഡേഞ്ചർ അവരുടെ ക്രൂരമായിട്ടുള്ള അവരുടെ അവസ്ഥ ഓഫ് ബീയിങ് എ ജൂ ഇൻ നാസി ജർമ്മനി. നാസി ജർമ്മനിയിലെ ഒരു ജൂ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രയാസങ്ങളാണ് അനുഭവപ്പെട്ടത് എന്ന് നമുക്ക് ഈ ഒരു പാസേജിലൂടെ കാണാൻ സാധിക്കും. We finished the introduction. Thank you.